അല്ല, ആ വിവരം വിദേശകാര്യ വകുപ്പിനും അവിടുത്തെ എംബസിയുടെയും അറിവിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും 2 പേർക്ക് പരിക്ക് പറ്റ് ആശുപത്രിയിലാണ്. അതിലൊരാളുടെ പരിക്ക് കുറച്ച് ഗുരുതരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് ശേഷം അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആശങ്കയ്ക്ക് അവകാശമില്ല. അവർ 2 പേരും ആശുപത്രിയിലുണ്ട്. തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഇസ്രായേൽ അധികാരികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള സുഹൃത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട അങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ, കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരാശങ്ക ഇപ്പോഴില്ല. ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാണുന്നത്.